Good morning to all. Last class we percentage problem discuss. Next problem next problem the cooperative bank gives 9% interest for fixed deposits. Ravi deposited 30,000 rupees. How much would he get after a year? Cooperative bank fixed deposit 9% interest കൊടുക്കുന്നുണ്ട്. രവി ആ ബാങ്കിൽ 30,000 rupees ഡെപ്പോസിറ്റ് ചെയ്തു. ഒരു വർഷം കഴിയുമ്പോൾ രവിക്ക് എത്ര രൂപ തിരികെ ലഭിക്കും? ഓക്കെ, അപ്പൊ നോക്കുക, നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് നോക്കുക. ഇന്ന് നോക്കുക എന്താണ് ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട്. ഡെപ്പോസിറ്റഡ് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് എത്രയാണ്? 30,000. ഓക്കെ, നെക്സ്റ്റ് എത്രയാണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, പലിശ നിരക്ക് എത്ര പെർസെന്റേജ് ആണ്? 9%. ഓക്കെ, ഇനി എത്ര നാളത്തേക്കാണ് ഇട്ടത്? ഇനി തൊട്ട് നോക്കുക. ഡ്യൂറേഷൻ, സമയവും കൂടെ കൊടുക്കാൻ പോകാം. 1 year, ഒരു വർഷത്തേക്ക് നിക്ഷേപിച്ചു. അങ്ങനെയെങ്കിൽ ഇൻട്രസ്റ്റ് നോക്കുക. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന്റെ 9% ഓഫ് 30,000. നോക്കുക, ഇനി നോക്കുക എത്ര വർഷത്തേക്കായിരുന്നു? ഒരു വർഷത്തേക്ക്. നോക്കുക, എത്ര കിട്ടും? 9/100 into 30,000. എത്ര വന്നു? 2,700. ഓക്കെ, അപ്പൊ എത്ര കിട്ടും? എമൗണ്ട് ഗെറ്റ് ബാക്ക് ഒരു വർഷം കഴിയുമ്പോൾ എത്ര കിട്ടും? 32,700 തിരിച്ചു കിട്ടും. ഇനി അതേസമയം രവി 2 വർഷത്തിന് ശേഷമാണ് വിഡ്രോ ചെയ്തത് എങ്കിൽ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. സപ്പോസ് ഹി വിഡ്രോസ് ദ എമൗണ്ട് ഓൺലി ആഫ്റ്റർ 2 years. 2 വർഷത്തിന് ശേഷമായിരുന്നെങ്കിലോ അപ്പൊ എന്ത് സംഭവിക്കും? വീണ്ടും ഒരു വർഷം കൂടെ എന്ത് ചെയ്യും? ഈ 30,000 ഇൻട്രസ്റ്റ് കൂടെ കിട്ടത്തില്ലേ? ആദ്യം ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിന് 30,000 9% വീണ്ടും കിട്ടത്തില്ലേ? അതായത് ഇൻട്രസ്റ്റ് ഫോർ സെക്കൻഡ് ഇയർ, രണ്ടാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് അത് എന്ത് തന്നെയാണ്? 9% ഓഫ് 30,000. ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടിന്റെ 9% കിട്ടും. അപ്പൊ എന്ത് വരുന്നു? 9/100 into 30,000. ഓക്കെ, അപ്പോൾ എന്ത് വന്നു? 2,700. അപ്പൊ ടോട്ടൽ എത്ര കിട്ടും ഇൻട്രസ്റ്റ്? അപ്പൊ എമൗണ്ട് 2 വർഷം കഴിഞ്ഞാണ് തിരിച്ചു കിട്ടുന്നെങ്കിലോ? എമൗണ്ട് get back after 2 years എന്ത് വരും? 32,700 പ്ലസ് ഒരു 2,700 എത്ര വന്നു? 35,400. 2 വർഷം കഴിയുമ്പോൾ തിരിച്ചു കിട്ടുന്ന എത്രയാണ്? 35,400 rupees തിരിച്ചു കിട്ടും. ഓക്കെ, ഇനി ഇതേ പ്രോബ്ലം തന്നെ നമ്മൾ മറ്റൊരു രീതി ചെയ്യാം. അപ്പൊ 2 വർഷം കഴിയുമ്പോൾ തിരിച്ചു കിട്ടുന്ന എമൗണ്ട് ഒറ്റയടി കണ്ടുപിടിക്കാൻ പോകും. അതായത് 2 വർഷത്തേക്കുള്ള പലിശ ഒരുമിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ഒന്നാമത്തെ വർഷം എത്ര കിട്ടി? 2,700 കിട്ടി. രണ്ടാമത്തെ വർഷം എന്ത് തന്നെ കിട്ടി? 2,700 കിട്ടി. അതായത് അപ്പൊ എന്ത് ചെയ്യാം? 2 വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് ഒരുമിച്ച് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സംഭവം കണ്ടുപിടിക്കാൻ പോകും. എന്താണ്? എമൗണ്ട് ഇൻറ്റു, അതായത് ഇൻട്രസ്റ്റ് I is equal to P into N into R. അതായത് ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിനെ പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ടും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ R ആയിട്ടും ഡ്യൂറേഷനെ N ആയിട്ട് എടുത്ത് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് എടുത്താൽ ഇൻട്രസ്റ്റ് I is equal to P into N into R. അതായത് 30,000 into 9/100 into 2. നോക്കുക, ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വന്നു? 2,700 into 2 which is equal to 5,400. അതായത് ഇൻട്രസ്റ്റ് ഫോർ 2 years, 2 വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 5,400. ഇവിടെ 2 തവണയായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇത് ഒരു തവണ കൊണ്ട് തന്നെ കാൽക്കുലേറ്റ്. അതായത് into 2 എത്ര വർഷത്തേക്ക് എന്നുള്ളത്. നമ്മൾ ഒരു വർഷത്തേക്കാണെങ്കിൽ 2,700 തന്നെ. 2 വർഷമായപ്പോൾ എന്ത് കിട്ടി? വീണ്ടും ഒരു വർഷം കൊണ്ടായിരുന്നല്ലോ, വീണ്ടും ഒരു 2,700 വരും. അങ്ങനെയാണ് നമ്മൾ ഫോർമുല ഉണ്ടാക്കിയത്. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല, സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല I is equal to PNR. അതായത് പ്രിൻസിപ്പൽ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്താണെങ്കിൽ, ലോൺ എടുത്തതാണെങ്കിൽ ആ എമൗണ്ടിനാണ് പ്രിൻസിപ്പൽ എമൗണ്ട്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അതിനെ സ്മോൾ ലെറ്റർ R. ഡ്യൂറേഷൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സ് എത്ര വർഷത്തേക്കാണ്? N. ഓക്കെ, നോക്കാം അപ്പൊ എത്ര വരും ഇൻട്രസ്റ്റ്? 5,400. അപ്പൊ എത്രയാണ് എമൗണ്ട് തിരിച്ചു കിട്ടുന്നത്? 30,000 പ്ലസ് 5,400, 35,400. അപ്പൊ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്? I is equal to PNR. I എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രസ്റ്റ്. P പ്രിൻസിപ്പൽ എമൗണ്ട്, ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് ഡെപ്പോസിറ്റ്, ലോൺ എടുക്കുന്നതാണ് ലോൺ ഉണ്ട്. N നമ്പർ ഓഫ് ഇയേഴ്സ്, R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, പലിശ നിരക്ക് എത്ര പെർസെന്റേജ് ആണ് പലിശ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം, നമുക്ക് കൂടുതൽ മനസ്സിലാവും. Next one, Suma deposited 25,000 rupees in a bank.
which gives 11% interest. How much would she get back after 3 years? സുമ 11% പലിശ കിട്ടുന്ന ഒരു ബാങ്കിൽ 25,000 rupees ഡെപ്പോസിറ്റ് ചെയ്താൽ 3 വർഷം കഴിയുമ്പോൾ എത്ര രൂപ തിരിച്ചു കിട്ടും? ഓക്കെ, അപ്പോൾ എമൗണ്ട് എന്ത് ചെയ്യാം? ഇൻട്രസ്റ്റ് ഫോർ 3 years, 3 വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താണ് ഫോർമുല? എന്താണ്? I is equal to PNR. ഇവിടെ P എന്ന് പറഞ്ഞാൽ എന്താണ്? 25,000. N എന്ന് പറഞ്ഞാൽ 3 years. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11%. ഓക്കെ, എന്ത് ചെയ്യാം? 25,000 into 11/100 into percentage ഫ്രാക്ഷൻ ആക്കി മാറ്റി 3 years. ഓക്കെ, അപ്പോൾ എന്ത് വന്നു? 250 into 33 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? 8,250. ഓക്കെ, അതായത് പലിശയായിട്ട് തന്നെ എത്ര കിട്ടും? 8,250. അപ്പോൾ എന്ത് കിട്ടും? 3 വർഷം കഴിയുമ്പോൾ തിരിച്ചു കിട്ടുന്ന എമൗണ്ട് എന്താണ്? എമൗണ്ട് get back after 3 years എത്ര വന്നു? 25,000 plus 8,250 which is equal to 33,250. അതായത് തിരിച്ചു കിട്ടുന്ന എമൗണ്ട് 33,250 rupees. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വിജയൻ took out a loan 50,000 rupees at 12% interest. After 2 years he paid back 25,000 rupees. How much he paid back after 1 more year? വിജയൻ ഒരു ബാങ്കിൽ 12% ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ബാങ്കിൽ നിന്ന് 50,000 rupees ലോൺ എടുത്തു. 2 വർഷം കഴിഞ്ഞപ്പോൾ വിജയൻ 25,000 രൂപ തിരിച്ചടച്ചെങ്കിൽ വീണ്ടും 1 വർഷം കഴിയുമ്പോൾ ലോൺ സെറ്റിൽ ചെയ്യാനായിട്ട് എത്ര രൂപ അടയ്ക്കേണ്ടി വരും? ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ വന്നിരിക്കുന്നത്? വിജയൻ 25,000 50,000 rupees ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. അതിനുശേഷം 2 വർഷം കഴിഞ്ഞപ്പോൾ എന്ത് കിട്ടി? 25,000 rupees തിരിച്ചടച്ചു. വീണ്ടും 1 വർഷത്തിന് ശേഷമാണ് ലോൺ അടയ്ക്കുന്നതെങ്കിൽ എത്ര രൂപ അടയ്ക്കണം എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? 2 വർഷത്തേക്ക് വേണ്ട അപ്പോൾ കാര്യങ്ങൾ എഴുതാം. ലോൺ എടുത്ത എമൗണ്ട് എത്രയാണ്? P. എടുത്ത ലോണിന് എന്ത് കൊടുക്കാം? പ്രിൻസിപ്പൽ എമൗണ്ട്. അത് എത്രയാണ്? 50,000. ഇനി അവിടുത്തെ പലിശ നിരക്ക് എത്രയായിരുന്നു? എത്ര പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യണേ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് R is equal to 12%. നമ്പർ ഓഫ് ഇയേഴ്സ് 2 years. ആദ്യമേ 2 വർഷത്തേക്കുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം? ഇൻട്രസ്റ്റ് ഫോർ 2 years. 2 വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് എത്രയാണെന്ന് നോക്കാം. 50,000 into 12/100 into 2 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര വരുന്നു? 500 into 24 which is equal to 12,000 rupees. എത്ര വന്നു? പലിശയായിട്ട് തന്നെ 12,000 rupees വന്നു. ഓക്കെ, അപ്പോൾ എന്താണ് എമൗണ്ട്? ആക്ച്വൽ എമൗണ്ട് പേ ബാക്ക് എത്രയായിരുന്നു? തിരിച്ചടക്കേണ്ട ആക്ച്വൽ എമൗണ്ട് 50,000 plus 12,000 which is equal to 62,000. ഓക്കെ, പക്ഷെ എത്രയാണ് തിരിച്ചടച്ചത്? 25. അപ്പോൾ 25,000 തിരിച്ചെടുത്തു. അങ്ങനെയാണെങ്കിൽ ബാലൻസ് ലോൺ എമൗണ്ട്, ബാക്കിയുള്ള ലോൺ എമൗണ്ട് എത്രയാണ്? 62,000 മൈനസ് 25,000 എത്ര വന്നു? പിന്നെ 37,000. ഓക്കെ, അങ്ങനെയെങ്കിൽ വീണ്ടും 1 വർഷം കഴിയുമ്പോൾ ലോൺ ക്ലോസ് ചെയ്യാണ്ട് എത്ര രൂപ വേണം? വീണ്ടും 1 വർഷം കഴിഞ്ഞാണ് ലോൺ തിരിച്ചടക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാം? 3ാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യാം? ഇൻട്രസ്റ്റ് ഫോർ ദി 3rd year എത്ര വരും? അവിടെയും എന്ത് കൊടുക്കണം? 12% ഓഫ് എത്ര രൂപയാണ്? ബാക്കി പിന്നെ എത്ര ലോൺ എമൗണ്ട്? 37,000 into 12/100 into ആ 1 വർഷത്തെ എത്ര വരും? 370 into 12. ഇപ്പൊ എത്ര വന്നു ലോൺ എമൗണ്ട്? 4,004. പലിശ എത്ര വന്നു? 4,440. അപ്പൊ എന്ത് ചെയ്യാം? ലോൺ ക്ലോസിംഗ് എമൗണ്ട് ഈസ് ഈക്വൽ ടു 37,000 plus 4,440 which is equal to 41,440. അപ്പോൾ ലോൺ ക്ലോസ് ചെയ്യാൻ എത്ര രൂപ തിരിച്ചെടുക്കണം? 41,440 rupees. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് എക്സസൈസിലെ പ്രോബ്ലം നോക്കാം. ബാബു ഡെപ്പോസിറ്റഡ് 25,000 rupees in a bank which gives 15% interest. How much would he get back after 2 years? ബാബു ഒരു ബാങ്കിൽ 25,000 rupees ഡെപ്പോസിറ്റ് ചെയ്തു. ആ ബാങ്കുകാർ 15% ഇൻട്രസ്റ്റ് നൽകും. അങ്ങനെയെങ്കിൽ 2 വർഷത്തിന് ശേഷം ബാബുവിന് എത്ര രൂപ തിരികെ ലഭിക്കും? ഓക്കെ, ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ഫോർമുല എന്താ? I is equal to PNR. ഇവിടെ P എന്ന് പറഞ്ഞാൽ എത്രയാണ്? പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ്? 25,000. ഓക്കെ, N എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര വർഷത്തേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്തത്? 2 years. R എന്ന് പറഞ്ഞാൽ എന്താണ്? എത്രയാണ് പലിശ കൊടുക്കുന്നത്? 15%. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ
2 വർഷത്തേക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എത്രയാണെന്ന് നോക്കാം. ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു PNR 25,000 into 15/100 into 2 which is equal to 250 into 30 which is equal to 7,500. Okay, അങ്ങനെയെങ്കിൽ amount get back after 2 years. 2 വർഷം കഴിയുമ്പോൾ തിരിച്ചു കിട്ടുന്ന എമൗണ്ട് എന്താണ്? 25,000 plus 7,500 which is equal to 32,500. അപ്പോൾ 2 വർഷം കഴിയുമ്പോൾ ബാബുവിന് തിരിച്ചു കിട്ടുന്ന എമൗണ്ട് എന്താണ്? 32,500. Okay, next question നോക്കുക. Dilip took out a loan of 36,000 rupees from a bank which charges 10% interest. He decided to pay back the total amount including interest for 2 years in 24 monthly installment. How much should he pay every month? Okay, ദിലീപ് ഒരു ബാങ്കിൽ നിന്ന് 36,000 rupees ലോൺ എടുത്തു. ആ ബാങ്കുകാർ 10% ആണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അവൻ എന്ത് ചെയ്തു? 2 വർഷം കൊണ്ട് പലിശ സഹിതം ഈ ലോൺ അടച്ചു തീർക്കാൻ തീരുമാനിച്ചു. എങ്ങനെയാണ്? 2 വർഷം കൊണ്ട് ഓരോ മാസവും 2 വർഷം എന്ന് എത്രയാണ്? 24 months ആണ്. അപ്പോൾ ആ 24 മാസം കൊണ്ട് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടച്ചു തീർക്കാനായിട്ടാണ് തീരുമാനിച്ചത്. അങ്ങനെയെങ്കിൽ ദിലീപ് ഓരോ മാസവും എത്ര രൂപ വീതം ബാങ്കിലോട്ട് അടയ്ക്കേണ്ടി വരും? അതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ലോൺ എമൗണ്ട്, അതാണ് ഇവിടുത്തെ പ്രിൻസിപ്പൽ എമൗണ്ട്. എത്രയാണ്? 36,000. ദെൻ അവിടെ ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ടല്ലോ. എത്രയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എത്രയായിരുന്നു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? 10%. ഡ്യൂറേഷൻ എത്രയാണ്? നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയാണ്? 2 years. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത്രയും കാര്യങ്ങൾ കിട്ടിയാൽ എന്ത് ചെയ്യാം? നമുക്ക് 2 വർഷത്തിന് വേണ്ട പലിശ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ എന്തായാലും 2 വർഷം കഴിയുമ്പോൾ പലിശ കുട്ടിയല്ലേ അടയ്ക്കണം. അപ്പോൾ എന്ത് ചെയ്യാം? ഇൻട്രസ്റ്റ് ഫോർ 2 years ഈസ് ഈക്വൽ ടു 36,000 ഇൻറ്റു 10/100 ഇൻറ്റു 2 വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വന്നു? 360 into 20 which is equal to 7,200. അതായത് 2 വർഷം കൊണ്ട് 7,200 തിരിച്ചടയ്ക്കണം. അങ്ങനെ എന്ത് ചെയ്യാം? അപ്പൊ എന്ത് ചെയ്യാം? ആക്ച്വൽ എമൗണ്ട് ഹി പേ ബാക്ക് എത്ര രൂപയാണ് ആക്ച്വലി തിരിച്ചടയ്ക്കേണ്ടത്? ആക്ച്വൽ എമൗണ്ട് ഹി പേ ബാക്ക് എത്രയാണ്? 36,000 plus 7,200 which is equal to 43,200. ഇതാണ് 2 വർഷം കൊണ്ട് തിരിച്ചടയ്ക്കേണ്ടത്. അങ്ങനെയെങ്കിൽ മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് എന്താണ്? മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് എത്ര വരും? ഇതിനെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ? ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 1,800. അതായത് 24 മാസം കൊണ്ട് അവൻ അടച്ചു തീർക്കേണ്ട എത്രയാണ്? 43,200. പക്ഷെ എന്താണ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് എടുക്കണം? എന്ത് ചെയ്യാം? ഓരോ മാസം എത്ര വീതം അടയ്ക്കണം? 43,200 24 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 1,800. ഓരോ മാസവും അവൻ 1,800 രൂപ വീതമാണ് തിരിച്ചടക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വൺ. ജോണി ഡെപ്പോസിറ്റഡ് 60,000 rupees in a bank which gives 1 paisa interest on 1 rupee every month. How much would he get back after 2 years? Okay, ജോണി ഒരു ബാങ്കിൽ 60,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. ആ ബാങ്കുകാർ ഓരോ രൂപയ്ക്കും ഓരോ മാസവും 1 രൂപ പലിശ നൽകും. അങ്ങനെയെങ്കിൽ ജോണിക്ക് എത്ര രൂപ തിരിച്ച് ലഭിക്കും? 2 വർഷം കഴിയുമ്പോൾ ജോണിക്ക് എത്ര രൂപ തിരിച്ച് ലഭിക്കും? ഓക്കെ, ഇവിടെ നോക്കുക. ഇവിടെ എന്തുണ്ട്? പ്രിൻസിപ്പൽ എമൗണ്ട് ഈസ് ഈക്വൽ ടു 60,000 കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഇനി നോക്കുക, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇവിടെ എത്ര കൃത്യമായിട്ട് തന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷെ എന്ത് കാര്യം തന്നിട്ടുണ്ട്? ഇവിടെ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 1 പൈസ ഫോർ 1 രൂപയ്ക്ക് 1 പൈസ വെച്ച് 1 മാസം. അതിൽ തന്നേക്കണേ ഇൻട്രസ്റ്റ് ഫോർ 1 rupee. എത്രയാണ്? 1 പൈസ പെർ മന്ത്. 1 മാസം 1 പൈസ വെച്ച് തരും. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യാം? ഇൻട്രസ്റ്റ് ഫോർ 100 rupees in a month. 1 മാസം 100 രൂപയ്ക്ക് ലഭിക്കുന്ന പലിശ എത്രയാണ്? 1 രൂപയ്ക്ക് 1 പൈസയാണ്. 100 രൂപയ്ക്കോ 1 രൂപ കിട്ടും. 1 rupee 1 രൂപ. ശരിയല്ലേ? 1 രൂപയ്ക്കോ 1 പൈസയാണ്. 100 രൂപയ്ക്കോ 100 പൈസ. അതാണ് 1 രൂപ. അങ്ങനെയെങ്കിൽ ഇൻട്രസ്റ്റ് ഫോർ 100 rupees in a year. 1 വർഷം ലഭിക്കുന്നത് എത്രയാണ്? 12 rupees. നോക്കുക, അതായത് 100 രൂപയ്ക്ക് 1 വർഷം എത്ര രൂപ കിട്ടും? 12% ഇൻട്രസ്റ്റ് കിട്ടും. അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 12%. 100 രൂപയ്ക്ക് 1 വർഷം കിട്ടുന്ന
പലിശയാണ് എന്ത് നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് 12%. 100 രൂപയ്ക്ക് കിട്ടുന്നത് അതാണ് 12%. ഓക്കെ, ഇനി എത്രയാണ് ഇവിടുത്തെ റേറ്റ് നമ്പർ ഓഫ് ഇയേഴ്സ് 2 ഇയേഴ്സ്. ഓക്കെ, അങ്ങനെയെങ്കിൽ 2 വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻട്രസ്റ്റ് ഫോർ 2 ഇയേഴ്സ് ഈസ് ഈക്വൽ ടു PNR which is equal to 60,000 into 12/100 into 2. ഓക്കെ, അപ്പോൾ എന്ത് വന്നു 600 into 24 which is equal to 14,400. അതായത് ജോണിക്ക് 2 വർഷത്തേക്ക് എത്ര കിട്ടും? 14,400 റുപ്പീസ് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എമൗണ്ട് ഹി ഗെറ്റ് ബാക്ക് 60,000 പ്ലസ് 14,400 ഈസ് ഈക്വൽ ടു 74,400 റുപ്പീസ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇവിടെ ഒന്നുകൂടെ പറയാം. എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് 60,000. അപ്പോൾ അവിടെ തന്നിട്ടുണ്ട് ഇൻട്രസ്റ്റ് ഫോർ 1 റുപ്പി. 1 രൂപയ്ക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എത്ര? ഒരു മാസം 1 പൈസ വെച്ച് കിട്ടും. അങ്ങനെയെങ്കിൽ ഇൻട്രസ്റ്റ് ഫോർ 100 റുപ്പീസ് ഇൻ എ മന്ത്. ഒരു മാസം 100 രൂപയ്ക്ക് കിട്ടുന്ന പലിശ എത്രയാണ്? 1 രൂപയ്ക്ക് 1 പൈസ കിട്ടുമെങ്കിൽ 100 രൂപയ്ക്ക് എത്ര കിട്ടും? 100 പൈസ. അതാണ് 1 രൂപ. 100 പൈസ എന്ന് പറഞ്ഞാൽ 1 രൂപ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഒരു വർഷം 100 രൂപയ്ക്ക് എത്ര രൂപ പലിശ കിട്ടും? 12 രൂപ കിട്ടും. അതാണ് എന്തെന്ന് പറയുന്നത് നമ്മളെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഒരു വർഷം 100 രൂപയ്ക്ക് കിട്ടുന്ന പലിശ, അതായത് 12%. നമ്മൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എപ്പോഴും എന്താ പറയണേ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 12% എന്ന് പറഞ്ഞ മീനിങ് എന്താ? 12/100. അതായത് 100 രൂപയ്ക്ക് ഒരു വർഷം കിട്ടുന്ന പലിശ 12 രൂപ. അത് തന്നെയാണ് ഇവിടെ തന്നെ. ഒരു വർഷം 12 രൂപ കിട്ടും എന്ന് പറഞ്ഞാൽ പലിശ നിരക്ക് എത്രയാണ്? അല്ലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 12%. ഇനി നമ്മൾ ഓൾറെഡി തന്നിട്ടുണ്ട് 2 വർഷം കഴിയുമ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ നമ്പർ ഓഫ് ഇയേഴ്സ് ഈസ് ഈക്വൽ ടു 2. when the interest for 2 years is equal to I is equal to PNR 60,000 into 12/100 into 2 which is equal to calculate simplify 14,400. അപ്പോൾ എമൗണ്ട് ഹി ഗെറ്റ് ബാക്ക് 60,000 plus 14,400 is equal to 74,400 rupees. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ പ്രോബ്ലങ്ങളും നന്നായിട്ട് മനസ്സിലാക്കി നോട്ട്ബുക്കിലോട്ട് എഴുതുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.